ആരവല്ലി മലനിരകളിൽ അനധികൃത ഖനനം അനുവദിക്കരുതെന്ന് സുപ്രീം കോടതി. ഇടക്കാല ഉത്തരവ് കർശനമായി നടപ്പിലാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അനധികൃത ഖനനം ഒരു കാരണവശാലും ആരവല്ലി മലനിരകളിൽ പാടില്ല. മലനിരകൾ അപ്രത്യക്ഷമാകുന്ന വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ശരത്ത്, ആരവല്ലി മലനിരകളിലെ അനധികൃത ഖനനം തടയണമെന്നുള്ള ഏറെ നിർണായകമായിട്ടുള്ള ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ആരവല്ലി മലനിരകളിൽ അനധികൃത ഖനനം നടക്കുന്നുണ്ട് എന്നുള്ളത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അനധികൃത ഖനനം പരിഹരിക്കാനാവാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനധികൃത ഖനനം നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു രാജസ്ഥാൻ സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നത്. ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ആരവല്ലി മലനിരകളുടെ നിർവചനത്തിൽ മാറ്റം വരുത്തിയ സുപ്രീം കോടതി വിധിയിൽ മറ്റൊരു വിധി ഉണ്ടായിരുന്നു. അത് സുപ്രീം കോടതി നേരത്തെ തടഞ്ഞിരുന്നു. ഈ ഇടക്കാല ഉത്തരവ് നടപ്പിലാക്കണമെന്നുള്ള കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിശോധനകൾ നടത്താൻ വേണ്ടി പുതിയ വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കൂടി സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഈ സമിതിയിൽ വിവിധ മേഖലകളിലുള്ള വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ്. ശരി റഷീദ്, ശരി.